നമസ്കാരം ആർപി. നമസ്കാരം. ബംഗാളിൽ നിന്ന് വളരെ ത്രസിപ്പിക്കുന്ന സന്തോഷകരമായ വാർത്തകളാണ് വരുന്നത്. മമത അവിടെ നിന്ന് ബംഗാളിൽ നിന്ന് പിടിവിട്ട് പോയതിന് ശേഷം ഇതാ അവിടെ ഫാൾട്ട മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും സന്തോഷം 1,00,000 വോട്ടിനാണ് ദേശബന്ധു പാണ്ഡെ വിജയിച്ചിരിക്കുന്നത്. സുവേന്ദു അധികാരി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബംഗാളിൽ ഒരു തരംഗം തീർത്തിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും തരംഗം തീർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന മമതയുടെ ഭരണകാലത്തെ തെറ്റുകൾ അത് പൂർണ്ണമായിട്ട് തിരുത്താനുള്ള ഒരു വലിയ യജ്ഞത്തിലേക്ക് അദ്ദേഹം നീങ്ങിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശബന്ധു പാണ്ഡെയുടെ ഇതിപ്പോൾ റീപോളിംഗ് ആണല്ലോ ഫാൾട്ടായി നടന്നത് അല്ലേ. 1,00,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ ഇവർ ഇത്രയും കാലം എന്തൊക്കെ കള്ളക്കളികളാണ് അവിടുത്തെ ഇലക്ഷനിൽ നടത്തിയിരുന്നതെന്നുള്ളത് പൊതുജന സമക്ഷം വരികയാണ്. പേടി കൊണ്ടാണ് ജനം വോട്ട് ചെയ്തിരുന്നത്. അത് CPM-ൻ്റെ കാലത്തായാലും മമതയുടെ കാലത്തായാലും ഒരേ ആൾക്കാരാണ് CPM ആയിട്ടും പിന്നെ TMC ആയിട്ടും ഒക്കെ അവതരിപ്പിച്ചത്. ഇവരെല്ലാം ലോക്കൽ ഗുണ്ടകളും സാധാരണക്കാരായ ആൾക്കാരെ അടിച്ചമർത്തി ഭയപ്പെടുത്തി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് വോട്ട് ചെയ്യുന്നതിന് പകരം സ്വയം വോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഈ ഇലക്ഷനും ജനാധിപത്യ പ്രക്രിയയും പൂർണ്ണമായിട്ട് തകിടം മറിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ബംഗാൾ കരകയറുന്നത് എന്ന് വേണം ഫാൾട്ടയിലെ വിജയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ അതിൽ സുവേന്ദു അധികാരി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗാളിൽ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത്. ഹരി, അത് ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിരവധി വാർത്തകളാണ് വരുന്നത്. നിയമങ്ങൾ മാറുന്നു, പുതിയ നിയമങ്ങൾ വരുന്നു, പഴയ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നു, പഴയ കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കറപ്ഷനെതിരെ, അഴിമതിക്കെതിരെ ശക്തമായ ഒരു നിലപാടുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വന്നിട്ടുണ്ട് സുവേന്ദു അധികാരി. അതോടൊപ്പം റോഡിൽ നമാസ് അതിനെതിരെ വലിയ ശക്തമായ ആക്രമണവും അവിടെ പ്രത്യേകിച്ച് അസൻ ഹോളിലൊക്കെ വലിയ തോതിൽ അക്രമ സമരമൊക്കെ നടന്നു. റോഡിൽ നമാസ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ നമാസ് റോഡിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് ദുർഗാ പൂജാ പന്തൽ സമ്മതിക്കുന്നത് എന്ന് ആണ് ചിലരൊക്കെ ചോദിച്ചത്. ഞാനത് സോഷ്യൽ മീഡിയയിലും ആ ചോദ്യം കണ്ടു. അതിലൊരു വിശദീകരണം ആവശ്യമുണ്ട്. പൂജാ പന്തൽ വരുന്നത് പോലെ ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ മൊഹറം പ്രൊസഷനാണ് ഇല്ലേ. വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് മൊഹറം പ്രൊസഷനാണ്. ആ പ്രൊസഷൻ ആർക്കും ഒരു ശല്യവും ഇല്ല. അത് പോലീസ് അനുമതിയോടുകൂടി തെരുവുകളിൽ കൂടെ തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇതങ്ങനല്ല. എല്ലാ വെള്ളിയാഴ്ചയും, അതായത് വർഷത്തിൽ 52 വെള്ളിയാഴ്ചകളിൽ മെയിൻ റോഡുകളിൽ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് ആൾക്കാർ വന്ന് നിരന്ന് നമാസ് നടത്തുകയാണ്. അത് പൂർണ്ണമായിട്ടും നിർത്തിയേ പറ്റൂ എന്ന് കൃത്യമായ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പോലീസിനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. വളരെ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട് ചില ആൾക്കാർ. മുല്ലമാർ തന്നെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് 2 പ്രാവശ്യമായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സൗകര്യം, അതായത് മതപരമായ കാര്യമാണല്ലോ, നടക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഇത് അതിനും കടന്ന് ഷോപ്പിംഗ് മോളുകളിലും എയർപോർട്ടുകളിലും വിമാനത്തിനുള്ളിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ഒരു ജീവിതവും ജീവിത സൗകര്യങ്ങളും ഒന്നും ആരും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അവിടെ സുവേന്ദു അധികാരി ഇതിനെല്ലാം തടയിട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അത് മോസ്കിലായിക്കോളൂ, ഒരു വിരോധവുമില്ല. അതുപോലെ ഈ ലൗഡ് സ്പീക്കറിൻ്റെ നിയന്ത്രണവും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കോളാമ്പികൾ വെച്ചുകൊണ്ടുള്ള സ്പീക്കറുകളുടെ നിയന്ത്രണം, ഇല്ലീഗലായിട്ടുള്ള മദ്രസകളുടെ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കശാപ്പ്, പബ്ലിക്കായിട്ട് പോത്തിനെ വെട്ടുന്ന പരിപാടി, അത് കശാപ്പം അവസാനിപ്പിച്ചിട്ടുണ്ട്. പബ്ലിക് ഗ്രീവൻസ്, ജനങ്ങൾക്ക് നേരിട്ട് ചെന്ന് ഇപ്പോൾ അവരുടെ പരാതി പറയാം. നേരത്തെ പരാതി പറയാൻ പറ്റില്ലായിരുന്നു. പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി പീഡിപ്പിക്കപ്പെട്ടാൽ പോലും, അല്ലെങ്കിൽ കൊലപാതകം അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും തന്നെ കൊലപാതകത്തിനിരയായ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ TMCയുടെ ആൾക്കാരോടെ പോകണം. അതില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പോലീസ് ഏറ്റവും വളരെ മോശമായ പോലീസ് ആയിരുന്നു. പോലീസ്
സംവിധാനമായിരുന്നു ബംഗാളിലുണ്ടായിരുന്നത്. ഒരു രാജ്യത്തോട് ഒരു കൂറും പ്രതിബദ്ധതയുമില്ലാത്ത പോലീസ് സംവിധാനമായിരുന്നു. ഒരിക്കൽ അമിത്ഷാ തന്നെ ഒരു പരിപാടിക്കിടയിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് പറയുന്ന സാഹചര്യം പോലും, പോലീസിനോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന സാഹചര്യം പോലും ബംഗാളിൽ വെച്ചുണ്ടായിട്ടുണ്ട്. അത്രമാത്രം ലോയൽറ്റി ഇല്ലാത്ത ഒരു പോലീസ് സംവിധാനത്തിനെയാണ് ഈ രീതി. വേറൊരു കാര്യമുണ്ട്, ഇതുപോലെ ഗുണ്ടകൾ പെരുമാറുന്ന, ഗുണ്ടകൾക്ക് ആധിപത്യമുള്ള ഒരു വ്യവസ്ഥയിൽ അതിനെ ഭരണകൂടം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്, ഒഴുക്കിനനുസരിച്ച് നീന്തുക, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ലെന്ന് കാണിക്കുക, ഇതല്ലേ ചെയ്യാൻ പറ്റൂ. ആരും എതിർക്കില്ല. അത് അവരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ സർവീസിൻ്റെ പ്രശ്നമാണ്, അവരുടെ ജോലിയുടെ പ്രശ്നമാണ്. അരാജകത്വത്തിൻ്റെ അങ്ങേത്തലക്കലായിരുന്നു മമതാ ബാനർജിയുടെ ഓരോ നീക്കങ്ങളും. അത്തരത്തിലായാലും പോലീസ് സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും റിക്രൂട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നു. പഴയ ഒരു വലിയ സ്കാം ഓർമ്മയുണ്ടല്ലോ അല്ലേ, ടീച്ചേഴ്സ് റിക്രൂട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സ്കാമുകൾ ഒഴിവാക്കാൻ അതിനകത്തൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവന്ന് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെത്ത് കാര്യമായ വ്യതിയാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുവേന്ദു അധികാരിക്ക് സാധിച്ചിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കകത്താണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എടുത്തു പറയേണ്ട രണ്ട് ഭരണപരമായ തീരുമാനങ്ങൾ, ഒന്ന് OBC സ്റ്റാറ്റസ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് OBC സ്റ്റാറ്റസ് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വെസ്റ്റ് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി OBCകളുടെ അവകാശത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു സ്റ്റാറ്റസ് കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ സുപ്രീം കോടതിയുടെ മുമ്പിൽ ബംഗാൾ സർക്കാരിൻ്റേതായിട്ടുണ്ട്. ആ അപേക്ഷ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സുവേന്ദു അധികാരി. അതുപോലെ 2011 മുതൽ കൊടുത്തിട്ടുള്ള എല്ലാ ജാതി സർട്ടിഫിക്കറ്റുകളും പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് എവിടെ എന്ത് മാൾ പ്രാക്ടീസാണ് നടന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സുവേന്ദു അധികാരി സർക്കാർ വന്നത് ഇപ്പോൾ RP സൂചിപ്പിച്ചതുപോലെ ഈ OBCയുടെ കാര്യത്തിൽ 77 ജാതികൾ വന്നതിൽ 75 മുസ്ലിം വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് കുത്തിത്തിരികയായിരുന്നു അതിനകത്ത്. അത് വളരെ രീതിയിലുള്ള ഒരു മാസ് കറപ്ഷൻ ആയിരുന്നു. അവിടേക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടുവന്നിട്ട് യഥേഷ്ടം അവർക്ക് ആവശ്യമുള്ളതെല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ്. അങ്ങനെ ഒരു ഗുണ്ടകളെപ്പോലെ, കൊട്ടേഷൻ സംഘങ്ങളെപ്പോലെ മമതാ ബാനർജി കഴിഞ്ഞ 15 വർഷക്കാലം അവിടേക്ക് നുഴഞ്ഞു കയറി വന്ന ഇസ്ലാമികരെ ഉപയോഗിക്കുകയായിരുന്നു. അത്തരത്തിൽ വളരെയധികം അരാജകത്വത്തോടുകൂടി എങ്ങനെയും അവിടെ ഭരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക, തനിക്ക് വേണ്ടതെല്ലാം സമ്പാദിക്കുക. അഭിജിത്ത് ബാനർജി ഏകദേശം 5 കോടി രൂപ എന്തോ ആണ് നമ്മുടെ അറിവിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഈ ഓരോ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ ജനങ്ങളെയാണ് പിഴിയുന്നത്. ബ്രോത്തലുകൾ നടത്തിയിരുന്നു TMCയുടെ ലോക്കൽ നേതാക്കന്മാർ. അതെ, ബ്രോത്തലുകൾ നടത്തിയിരുന്നു. അങ്ങനെ വളരെയധികം നമുക്ക് ഭയം തോന്നും ബംഗാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇത്രമാത്രം അവിടെ ആൾക്കാർ സഹിച്ചുകൊണ്ട് എങ്ങനെ നിലനിന്നു എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി മുസ്ലിങ്ങളോട് കാണിച്ചത് ഒരു വലിയ പാതകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയെ കൃത്യമായിട്ട് ഇവർ ഉപയോഗിക്കുകയായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അവരുടെ മത നേതാക്കന്മാരെയും. കാരണം മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിലുള്ള സംവരണവും മതാടിസ്ഥാനത്തിലുള്ള അങ്ങനെ OBC സ്റ്റാറ്റസിൽ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അതൊക്കെ. അപ്പോൾ അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്കൊരു മേൽക്കോയ്മ കൊടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി ഇല്ലാതാക്കുകയാണ് മമതാ ബാനർജി ചെയ്തത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഇൻറ്റേർണലി നടക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം അത് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന്, വേലികെട്ടൽ വീണ്ടും പുനരാരംഭിക്കാൻ ബംഗാൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ട് കേന്ദ്രത്തോട് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ സംസ്ഥാന സർക്കാർ, അതായത് മമതാ ബാനർജിയുടെ സർക്കാർ, ഈ വേലി കെട്ടി പോകുന്നതിന് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സമയത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാതിരിക്കുക, അതിനു വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെറ്റേഴ്സിന് മറുപടി കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടിയായിരുന്നു മമത ചെയ്തിരുന്നത്. കാരണം മമതയ്ക്ക് അവിടെ വേലി കെട്ടാൻ പാടില്ല. വേലി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വോട്ട് ബാങ്ക് എങ്ങനെയാണ് ഇപ്പുറത്തേക്ക് ഒഴുകിയെത്തുക, അതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹം അപ്പോൾ തന്നെ BSFന്
വേലി കെട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് സാങ്കേതികമായിട്ട് തന്നെ ക്ലിയറൻസോട് കൂടി ഭൂമി വിട്ടുകൊടുത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 600 കിലോമീറ്റർ ഇപ്പോഴും ബംഗ്ലാദേശ് അതിർത്തി തുറന്നു കിടക്കുകയാണ്. ആർക്കും യഥേഷ്ടം വന്നു പോകാം. അതിലെ 120 കിലോമീറ്ററോ മറ്റോ ആണ് ഇപ്പോൾ വീണ്ടും വേലി കെട്ടി തുടങ്ങുന്നത്. അപ്പോൾ അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കൂടാതെ രണ്ടാമത്തേത് സിലിഗുരിയുടെ കാര്യമാണ് അല്ലേ. സിലിഗുരിനേക്കും ഭൂമി വിട്ടുകൊടുത്തെന്ന് തോന്നുന്നു, 120 ഏക്കറോ മറ്റോ BSF. അത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ വളരെ കൃത്യതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ അമിത്ഷാ ഡൽഹിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അസം, ബീഹാർ, ബംഗാൾ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചുകൂട്ടും എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഡൽഹിയിൽ തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗമായി രാജ്യത്തിൻ്റെ സുരക്ഷ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ കുറച്ചധികം നാളുകളിൽ നമുക്ക് ചില നീക്കങ്ങൾ അവിടെ നടത്തുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെയൊക്കെ ഇടപെടൽ കാരണം അതിപ്പോൾ സ്മൂത്തായിട്ടുണ്ട്. രാജ്യസുരക്ഷയുടെ കാര്യത്തിലും ബംഗാളിൻ്റെ വിജയം സത്യത്തിൽ അത് രാജ്യത്തിൻ്റെ വിജയമായിട്ട് മാറുകയാണ്. കാരണം അത്രയധികം രാജ്യത്തിൻ്റെ സംസ്കാരത്തിന്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകിയിട്ടുള്ള മണ്ണാണ് ബംഗാൾ. രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായിരുന്നു ബംഗാൾ, സമ്പന്നമായ ഇടമായിരുന്നു ബംഗാൾ. ആ ബംഗാളിനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാരും അതിനുശേഷം വന്ന ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോലും ആ ബംഗാളി സംസ്കാരത്തെ രാജ്യത്തിന്, നമ്മുടെ ഭാരതത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ സ്വാമി വിവേകാനന്ദൻ്റെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും അരവിന്ദ ഘോഷിൻ്റെയൊക്കെ മണ്ണായിട്ടുള്ള ബംഗാളിനെ ഇത്രമേൽ പിറന്ന മണ്ണിനെ ഈ തരത്തിൽ ദ്രോഹിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാൾ. അതിനൊരു ശാപമോക്ഷം കിട്ടി, അതിനൊരു വലിയ ശാപമോക്ഷം കിട്ടി. അതിനേക്കാൾ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ് ബംഗാൾ എന്ന് പറയുന്നത്. ആസാം അതിനപ്പുറമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസമിലും ബംഗാളിലും BJPയുടെ ഭരണം വന്നതോടുകൂടി, അതും ഉറച്ച സർക്കാരുകൾ വന്നതോടുകൂടി വലിയ തോതിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവർക്ക് വലിയ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട. മാർക്കോ റൂബിയോയുടെ ബംഗാൾ കൽക്കട്ട വിസിറ്റ് മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ ബംഗ്ലാദേശ് വഴിയുള്ള, അതിർത്തി വഴിയുള്ള തീവ്രവാദി പ്രവർത്തനങ്ങളും ഒക്കെ നിലവിലുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം നേരിടാൻ അടിയുറച്ച ദേശഭക്തിയുള്ള ഒരു സർക്കാർ, സംസ്ഥാന സർക്കാർ ബംഗാളിലും അസമിലും ആവശ്യമാണ്. അതെന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏതൊരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഏതൊരു പൗരനും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. നമസ്കാരം.